എൻ്റെ 3 മക്കളുടെ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ആവശ്യമാണ്. ദയവേത് എല്ലാവരും സഹായിക്കണം. മക്കൾ വിളിക്കുമെങ്കിൽ എണീക്കു തൂബിയേട്ടാ. എൻ്റെ അച്ഛൻ എല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് വിംസ് ആശുപത്രിയിൽ, കണ്ണൂർ ജില്ലയിലെ ചിറ്റാരിപ്പറമ്പ് കൈച്ചേരി എന്ന പ്രദേശത്തുള്ള സുബീഷ് എന്ന് പറയുന്ന 37 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു സഹോദരന്റെ വളരെ സങ്കടാർഹമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പേ സുബീഷിന് ഒരു സ്ട്രോക്ക് വരികയും തലച്ചോറിൽ രക്തം ക്ലോട്ടാവുകയും തലയോട്ടി വരെ എടുത്തു മാറ്റി വെക്കേണ്ട വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. വളരെയധികം പ്രയാസപ്പെടുന്ന ഈ കുടുംബത്തിന് യാതൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുമ്പിൽ സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും സഹായങ്ങൾ കൊണ്ട് തന്നെ ഇതുവരെയുള്ള ചികിത്സകൾ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇനി യാതൊരു മാർഗവുമില്ല പ്രിയപ്പെട്ടവരെ. ഈ പ്രിയ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കരുണയുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ ഇടപെടലും സഹായവും അത്യാവശ്യമായതുകൊണ്ടാണ് അടിയന്തരമായി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ തന്നെ പ്രിയപ്പെട്ടവരെ 3 മേജർ ഓപ്പറേഷൻ ഈ പ്രിയ സഹോദരൻ ചെയ്തിട്ടുണ്ട്. ബസ് ജീവന തൊഴിലാളിയായ സുബീഷിന്റെ ചെറിയൊരു ചെലവില് വളരെ സന്തോഷപരമായി മുമ്പോട്ട് പോയ ഒരു കുടുംബമായിരുന്നു. ഇപ്പോൾ സുബീഷിന്റെ ഈ ഒരു അവസ്ഥ ഈ കുടുംബത്തെ വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം 25 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ ചെലവാണ്. ഇനി എത്രത്തോളം പൈസ ചെലവാകുമെന്നോ എത്രത്തോളം സർജറി ആവശ്യമാണെന്നോ യാതൊരു ഐഡിയയും ഇല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പ്രിയ സഹോദരനെ ഈ പിഞ്ചു മക്കൾക്ക് തിരിച്ചു നൽകാനുള്ള ഒരു സംവിധാനം നമുക്ക് ഒരുക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഭാര്യയ്ക്ക് ഈ ഭർത്താവിനെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയ സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് വളരെ സങ്കടത്തോടു പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ ഈ കുടുംബത്തിന്റെ അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയോട് ചേർക്കുന്നുണ്ട്. സുബീഷ് എന്ന ഈ പ്രിയ സഹോദരന്റെ ചികിത്സാ സഹായ സമാഹരണവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരൊക്കെ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. അവരൊക്കെ നിങ്ങളോട് ഈ ഒരു ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതായിരിക്കും. സുബീഷ് എന്ന് പറയുന്ന പ്രിയ സഹോദരന്റെ ചികിത്സാ സഹായ സമാഹരണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും കമ്മിറ്റി അംഗങ്ങളും ഒപ്പം ഇവിടെ ഉണ്ട്. നിങ്ങളോട് ആ ചികിത്സാ സഹായ സമാഹരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഈ സുബീഷിൻ്റെ നമുക്കറിയാം, സുബീഷ് ഈ അബോധാവസ്ഥയിൽ 3 മാസത്തോളം കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലും തുടർന്നിപ്പോൾ ഇവിടെ വയനാട് മിംസ് ആശുപത്രിയിലാണ് ഉള്ളത്. വലിയൊരു തുക തന്നെ ഇപ്പോൾ ചികിത്സയ്ക്ക് ചിലവായിട്ടുണ്ട്. മുഴുവൻ നാട്ടുകാരുടെ എല്ലാ സഹായം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ചികിത്സയ്ക്ക് നമുക്ക് ഫണ്ട് ശേഖരിക്കാൻ കഴിയും. അവൻ്റെ 3 കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ് 3 പേരും. അപ്പോൾ അവരുടെ ഭാവി അവർക്ക് അച്ഛനെ തിരിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനത്തിൽ നമ്മളോടൊപ്പം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനം നിങ്ങളെല്ലാവരും സഹായം നമുക്ക് ആവശ്യമാണ്. അസ്സലാമു അലൈക്കും. സുബീഷിൻ്റെ ആവശ്യത്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തും ഷെയർ ചെയ്തും ഈ സുബീഷിൻ്റെ 3 മക്കൾക്ക് അച്ഛനെ തിരിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാര്യമായിട്ട് സഹായിക്കണം. ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും സുബീഷിൻ്റെ കുടുംബത്തിനോട് സഹായിക്കണം. ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളോട് വളരെ വിങ്ങലോടുകൂടി ഞാൻ ഈ അഭ്യർത്ഥിക്കുകയാണ്. ആ പിഞ്ചു മക്കൾക്ക് ആ അച്ഛനെ തിരിച്ചു കൊടുക്കാൻ നിങ്ങളെല്ലാവരും കൈകോർത്തുകൊണ്ട് സഹായം സമാഹരിക്കാൻ ഒന്ന് മുന്നിട്ട് നിൽക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടി തന്നെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തും വാട്സപ്പ് ഗ്രൂപ്പുകളിലും, അത് പുള്ളിയൊരു ബസ് ജീവന തൊഴിലാളിയാണ്, ബസ് ജീവനക്കാരുടെ ഗ്രൂപ്പുകളിലും എല്ലാം ഷെയർ ചെയ്ത് മാക്സിമം സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. നിങ്ങളൊക്കെ സഹായിക്കും, നിങ്ങളൊക്കെ സഹകരിക്കും എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.